എല്ലാ കൂട്ടുകാർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആവറേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The sum of 7 consecutive natural number is 70. What are the numbers? ആവറേജ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചത് അല്ലേ? The sum of 7 consecutive natural numbers is 70. What are the numbers? എന്താ ഈ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അതിന് മുമ്പ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയുമല്ലോ. ദാറ്റ് മീൻസ് നമ്മളോട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കൗണ്ട് ചെയ്യും അല്ലേ? എങ്ങനെ കൗണ്ട് ചെയ്യല്? 1, 2, 3, 4 എക്സെട്ര അല്ലേ? അത് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 എക്സെട്ര, ഇത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്ന 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മം എന്താ പറഞ്ഞത്? 70 ആണ്. The sum of 7 consecutive natural numbers is 70. What are the numbers? ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടുമായിരുന്നു. ഇവിടെയും നമുക്ക് ആവറേജ് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ഇവിടെ ടോട്ടൽ വരുന്നത്? എന്താണ്? 70 ആണ് അല്ലെ? സം ഓഫ് ദ 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 70 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര നമ്പേഴ്സ് ആണ് വരുന്നത്? 7 ആണ്. അപ്പൊ 70 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു എന്താ? 10 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടിയത്? അതായത് ആവറേജ് നോക്കുമ്പോൾ നമുക്ക് 10 ആണ് വന്നത്. 7 നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പൊ 70 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 കിട്ടി. ഇത് ആവറേജ് ആണ്. പക്ഷെ നമ്മളോട് 7 നമ്പേഴ്സ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് 10, 11, 12, 13 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാവോ? പറ്റത്തില്ല. ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ് അല്ലെ? ഓഡ് നമ്പേഴ്സിന്റെ പറയുന്നത് ശ്രദ്ധിച്ചോളാം. ഓഡ് നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ തന്നിട്ട് നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവറേജിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതിലെ മിഡിലെ നമ്പർ ആയിരിക്കും. അതായത് നമ്മൾ സമ്മ തന്നു കഴിഞ്ഞാൽ ശേഷം നമ്പർ തന്നിട്ടുണ്ട്, ഓഡ് നമ്പർ ആണ് അല്ലെ? അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടി. ഈ ആവറേജ് എന്ന് പറയുന്നത് 7 നമ്പേഴ്സിന്റെ നടുവിലുള്ള നമ്പർ ആയിരിക്കും, മിഡിൽ വരുന്ന നമ്പർ ആയിരിക്കും. അതായത് 10 എന്ന് പറയുന്ന നമ്പർ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന 7 നമ്പേഴ്സിൽ 10 ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ 10 എന്തായിരിക്കും? അതിനകത്ത് മിഡിലിൽ വരുന്ന നമ്പറാണ്. അപ്പൊ മിഡിലിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 7 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ? ഇതിന്റെ പുറകിലേക്ക് എന്തുണ്ടാവും? 3 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ 7 നമ്പർ ആയില്ലേ? ഈ മിഡിലിൽ വരുന്ന നമ്പറാണ് നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുക. ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സ് ആയില്ലേ? അപ്പൊ തുടർച്ചയായിട്ട് വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ, അതായത് 7 നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? 7 ആണുള്ളത് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? മിഡിലെ നമ്പർ ആയിരിക്കും. തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സിന്റെ മിഡിലെ നമ്പർ ആയിരിക്കും. അതായത് ഇവിടെ 10 ആണ് അല്ലെ? അപ്പൊ 10 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്പർ ആണ് ഇവിടെ. തുടർച്ചയായിട്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാ പറഞ്ഞത് അല്ലെ? അങ്ങനെയെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന, അപ്പൊ 10 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 11, അത് കഴിഞ്ഞാൽ 12, then 13. ഓക്കെ, ഇനി പുറകിലേക്കാണ് വരുന്നത്. അപ്പൊ 10ന്റെ തൊട്ട് പുറകിൽ ഏതാ? 9, അതിന്റെ പുറകിൽ 8, അതിന്റെ പുറകിൽ 7. അപ്പോൾ 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് 70 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7, 8, 9, 10, 11, 12, 13. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ? തുടർച്ചയായിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. യെസ്. ഇനി ഇതിന്റെ സമ്മ് 70 ആണോ നോക്കാം. അങ്ങനെ ഇതിന്റെ സമ്മ് 70 കിട്ടുന്നുണ്ടെങ്കിൽ ആ 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? ഈ നമ്പേഴ്സ് ആണ്.
അപ്പോൾ അതിൻ്റെ സം എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 11 പ്ലസ് 12 പ്ലസ് 13 അല്ലേ? ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 7 പ്ലസ് 8 15 പ്ലസ് 9 24 പ്ലസ് 10 34 പ്ലസ് 11 45 പ്ലസ് 12 57 പ്ലസ് 13 70 അല്ലേ? യെസ്. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് 70 ആണെന്ന് കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? 7 മുതൽ 13 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണെങ്കിൽ, ഇവിടെ 7 ആണ്, 7 അല്ലെങ്കിൽ ഇപ്പൊ 9 ആണെങ്കിലും 11 ആണെങ്കിലും 13 ആണെങ്കിലും 15 ആണെങ്കിലും ഒക്കെ ഏത് തന്നെയായിരിക്കും? നമ്മൾ അതിന്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മിഡിലെ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള നമ്പറും അതിന്റെ പുറകിലേക്കുള്ള നമ്പറും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു എക്സാമ്പിളോട് വെച്ച് നോക്കാം. The sum of 5 consecutive natural number is 85. What are the numbers? അല്ലേ? 5 consecutive natural numbers-ന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമുക്ക് ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക ആദ്യം. ആവറേജ് is equal to 85 divided by 5. That is equal to എന്ത് വരും? 85 8 1 yes 3 35 7 അല്ലേ? 17 വന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം പറഞ്ഞത് 5 ആണ്, അത് ഓഡ് നമ്പറാണ് അല്ലേ? ദെർഫോർ ഇതിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ മിഡിലുള്ള നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് 17 എന്ന് പറഞ്ഞാൽ മിഡിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ 17 കഴിഞ്ഞിട്ട് എത്ര എണ്ണം വരണം? നമ്മുടെ 5 ആണ്, 2 എണ്ണം വരും അല്ലേ? 18 പിന്നെയോ 19. 17ന്റെ പുറകിലേക്ക് വരുന്ന ഏതൊക്കെയാണ്? 2 നമ്പേഴ്സ് വരണം. ഏതൊക്കെ വരിക? 16 15. നോക്കാം. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടി, അത് മിഡിൽ നമ്പറാണ് അല്ലേ? അപ്പോൾ 15 16 17 18 19 5 നമ്പേഴ്സ് ആയില്ലേ? യെസ്. തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സ്, അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന്? ഈ 2 എക്സാമ്പിളിൽ നിന്നൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? അതായത് തുടർച്ചയായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിലെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ നമ്പർ ആയിരിക്കും. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ നമ്പർ ആണെന്ന് കിട്ടി. എങ്ങനെയുള്ള നമ്പേഴ്സിന്റെ മിഡിൽ ആയിരിക്കും? തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട? എല്ലാം കൂടെ ആഡ് ചെയ്തു, അതിനെ ഡിവൈഡ് ചെയ്തു എന്നിട്ട് കാണണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിലെ മിഡിൽ നമ്പർ എടുത്താൽ മതി. എങ്ങനെയാണെങ്കിൽ നമ്പേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? അതായത് തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ if the number of consecutive numbers are odd ആണെങ്കിൽ. got it? അങ്ങനെയെങ്കിൽ ഈവൻ ആണെങ്കിൽ എന്താ ചെയ്യുക? ഈവൻ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അപ്പോൾ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അല്ലെ? ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ നമ്പർ ആണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് വരുന്ന 1 2 3 4 5 6 7 8 9 അല്ലേ? എത്ര നമ്പേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആവറേജ് എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ വരുന്ന നമ്പർ അല്ലേ? 5 ആയിരിക്കും ഇതിന്റെ ആവറേജ്. ഇവിടെ നിങ്ങൾ നോക്കുക 1 2 3 4. ലെഫ്റ്റ് സൈഡിലേക്ക് 4 എണ്ണല്ലേ വരുന്നത്, റൈറ്റ് സൈഡിലേക്ക് നോക്കുക 1 2 3 4. സോ ഈ ടോട്ടൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്തു ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? മിഡിൽ നമ്പർ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അനദർ എക്സാമ്പിൾ 23 24 25 26
27. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിന്റെ ആവറേജ് എന്താ വരിക? വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അല്ലേ? ഏതാണ് ആവറേജ്? 25 ആണ് ആവറേജ് അല്ലേ? യെസ്, നമ്മളിപ്പോൾ പഠിച്ചു ഓഡ് നമ്പേഴ്സ് വരുന്നത് ഓടാണെങ്കിൽ, നമ്പറുകളുടെ എണ്ണം ഓടാണെങ്കിൽ, തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്തായിരിക്കും? മിഡിൽ നമ്പർ ആയിരിക്കും. ഗോട്ട് ഇറ്റ്? യെസ്. അങ്ങനെയെങ്കിൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്തു ചെയ്യും അല്ലേ? അതായത് ഇത് 1 2 3 4 5, ഇവിടെയാണെങ്കിലോ 7 9 വരും. നേരത്തെ പറഞ്ഞു 5 7, ഇവിടെയൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ് വന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ കാര്യം നമുക്ക് കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഒന്ന് ചിന്തിച്ചോളൂ, എങ്ങനെയാണ് സിമ്പിളായിട്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം ഈവൻ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ചിന്തിച്ചിട്ട് മനസ്സിലാവിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നില്ലെങ്കിൽ നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡ് മാത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. The incomes for 5 days of a trade are 6,435 rupees, 6,927 rupees, 6,855 rupees, 7,230 rupees and 6,562 rupees. After the 6th day, he calculated the average income as 6,500 rupees per day. How much did he get on the 6th day? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ക്വസ്റ്റ്യൻ? യെസ്, ദ ഇൻകം ഫോർ 5 days ഓഫ് എ ട്രേഡ് ആർ 6,435 rupees, 6,927 rupees, 6,855, 7,230, 6,562. അതായത് 5 daysലെ ഇൻകം ആണ് ഈ തന്നിരിക്കുന്നത്, 5 ദിവസത്തെ. എന്നിട്ടോ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ ദ 6th day he calculated the average income as 6,500 rupees per day. അപ്പോൾ 5 ദിവസത്തെ 5 daysലെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ 6 days, ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആവറേജ് ഇൻകം എത്രയാണ്? 6,500 ആണ്. അപ്പോൾ 6ാമത്തെ ദിവസത്തെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. 6ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആവറേജ് ഇൻകം 6,500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 5 ദിവസത്തെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് ഓൺ ദ 6th day? 6ാമത്തെ ദിവസം 6th day പുള്ളിക്കാരന് കിട്ടിയ ഇൻകം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് ആദ്യത്തെ 5 daysലെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? 5 daysലെ ഇൻകം തന്നിട്ടുണ്ട്. പിന്നെയോ 6 days കഴിഞ്ഞപ്പോൾ 6ാമത്തെ ദിവസം ഇൻകം തന്നില്ല, പക്ഷെ 6ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആവറേജ് നോക്കിയപ്പോൾ എത്ര കിട്ടുന്നത്? 6,500 ആണ്. അങ്ങനെയെങ്കിൽ 6th ഡേയിലെ 6ാമത്തെ ദിവസത്തെ ഇൻകം എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കാം. നമുക്ക് ആദ്യത്തെ 5 daysലെ ഇൻകം തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻകം ഫോർ ദ ഫസ്റ്റ് 5 days കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ എല്ലാം കൂടെ സം കണ്ടാൽ മതി അല്ലേ? അത് ഫസ്റ്റ് 5 daysലെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ ഫസ്റ്റ് 5 days ഇൻകം ഈസ് ഈക്വൽ ടു ഈ 5 daysലെ ഇൻകം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി അല്ലേ? പിന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇൻകം ഫോർ ടോട്ടൽ അല്ലെങ്കിൽ സം ഓഫ് ഇൻകം ഓഫ് ദ 6 days, 6 ദിവസത്തെ ടോട്ടൽ ഇൻകം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? 6 daysലെ ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട് 6 daysലെ 6,500 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? 6,500നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും 6 daysലെ. അങ്ങനെയെങ്കിൽ 6 daysലെ ടോട്ടൽ ഇൻകവും 5 daysലെ ടോട്ടൽ ഇൻകവും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6th ഡേയിലെ ഇൻകം കിട്ടും അല്ലേ? ചെയ്തു നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് 5 daysലെ ഇൻകത്തിന്റെ സം ആണ്. അതായത് സം ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ഓഫ് ഫസ്റ്റ് 5 days is equal to
ഫസ്റ്റ് 5 days ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് 6435 പ്ലസ് 6927 പ്ലസ് 6855 പ്ലസ് 7230 പ്ലസ് 6562. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഡേയ്സിലെ ടോട്ടൽ ഇൻകം കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മ് 34,009 കിട്ടി. ഇതിന്റെ സമ്മ് 34,009 rupees. അതായത് 6 ഡേയ്സിലെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,009 rupees ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ഇൻകം തന്നിട്ടുണ്ട്. 6 ഡേയ്സിലെ ആവറേജ് ഇൻകം 6,500 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഇൻകം ഫോർ ദ 6 days is equal to കണ്ടുപിടിക്കാം അല്ലെ. 6,500നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് 6 days is equal to ഒരു ആവറേജ് എത്ര വരുന്നത് 6,500 ആണ്. 6,500 into 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 0.0003 39,000. ഓക്കെ, അതായത് 5 ഡേയ്സിലെ ടോട്ടൽ ഇൻകം 34,009 6 ഡേയ്സിലെ ടോട്ടൽ ഇൻകം 39,001. അങ്ങനെയെങ്കിൽ 6th ഡേയിലെ ഇൻകം എത്ര എന്നുള്ള കിട്ടൂലേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് 6 ഡേയ്സിലെ ഇൻകത്തിൽ നിന്ന് 5 ഡേയ്സിലെ ഇൻകം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടി അല്ലെ. therefore income of 6th day is equal to 39,000 minus 34,009 അല്ലെ. 39,000 ആണ് 6 ഡേയ്സിൽ, 5 ഡേയ്സിൽ 34,009. അപ്പൊ എന്താ കിട്ടുക, 4,991 rupees. therefore income of the 6th day, 6ാമത്തെ ദിവസത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ 6th ഡേയിലെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,991 rupees. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 24 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Children were asked to donate books to the school library. Using the given details, fill up the table below. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് ക്വസ്റ്റ്യൻ? Children were asked to donate books to the school library. Using the given details, fill up the table below. തന്നിരിക്കുന്ന ടേബിള് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ബുക്സിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ബുക്സും നമ്പർ ഓഫ് ചിൽഡ്രനും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആവറേജും എന്നുള്ള രൂപത്തിലാണ് തന്നിരിക്കുന്ന ടേബിള്. അപ്പോൾ ടേബിള് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, നമുക്ക് ടേബിളിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്, 3 കോളംസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് കോളത്തിൽ ക്ലാസ് ആണ്, 6th A, 6th B, 6th C, 6th D എന്ന് പറയുന്നത്. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്, ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണമാണ്. 6th Aയിൽ 30, 6th Bയിൽ 40, 6th Cയിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 6th Dയിൽ 32 ചിൽഡ്രൻസ്. ഇനി എന്താണ് നമ്പർ ഓഫ് ബുക്സ്, ഡൊണേറ്റ് ചെയ്യാന്നുള്ള നമ്പർ ഓഫ് ബുക്സിന്റെ എണ്ണമാണ്. 6th Aയിൽ നിന്ന് 120, 6th Bയിലെ 240 ആണ്, 6th Cയിൽ നിന്ന് 175 ആണ്. 6th Dയിൽ നമ്പർ ഓഫ് ബുക്സ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ആവറേജ് ആണ്, 6th Aയിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്, 6th Bയിൽ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. 6th Cയിൽ 5, 6th Dയിൽ 10, ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. നമ്പർ ഓഫ് ചിൽഡ്രനും നമ്പർ ഓഫ് ബുക്സും ഉണ്ടെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ബുക്സിനെ നമ്പർ ഓഫ് ചിൽഡ്രൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ബുക്സ് കിട്ടും. ഓരോ കുട്ടിയും ഡൊണേറ്റ് ചെയ്യുന്ന ബുക്സിന്റെ ആവറേജ് കിട്ടും അവരുടെ ക്ലാസ്സിലേക്ക്. അപ്പൊ 6th Aയിലൂടെ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാ, 30 ആണ്. നമ്പർ ഓഫ് ബുക്സ് 120 ആണ്. അപ്പൊ ആവറേജ് എങ്ങനെ കാണാം, 120 ഡിവൈഡഡ് ബൈ 30 = 480. ഓക്കെ, അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി അടുത്ത് നോക്കൂ, 6th Bയിലുള്ളതാണ് നമുക്ക് കാണേണ്ടത്. നമ്പർ ഓഫ് ചിൽഡ്രൻ 40 ആണ്, നമ്പർ ഓഫ് ബുക്സ് 240. അങ്ങനെയെങ്കിൽ ആവറേജ് എങ്ങനെ കാണാൻ പറ്റുക, 240യെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സിനെ നമ്പർ ഓഫ് ചിൽഡ്രൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് 240 ഡിവൈഡഡ് ബൈ
40 അല്ലേ? സീറോയും സീറോയുടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ 4ൽ 1 4, 28ൽ എത്ര 4 ഉണ്ട്? 6 ടൈംസ് 6 × 4 24 അല്ലേ? സോ എത്രയാ വരുന്നത്? നമ്പർ ഓഫ് 6 അല്ല ബുക്സ് എത്രയാ വരുന്നത്? ആവറേജ് 6 ആണ് വരുന്നത് അല്ലേ? യെസ്, ദാറ്റ് ഈസ് 6. ഇതാണ് ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത എന്താണ്? 60Cയിലെ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടില്ല. പിന്നെ എന്താ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ബുക്സ് ഇവിടെ അറിയാം, 175 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രനെ എങ്ങനെ കണ്ടുപിടിക്കാം? 5 ആണ്. ആവറേജ് 5 ആണ് വരുന്നത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് 175 ആണ്. ആവറേജ് എന്ന് പറയുന്നതോ, ആവറേജ് ബുക്ക് എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്പർ ഓഫ് സ്റ്റുഡൻസ്? യെസ്, നമ്പർ ഓഫ് ബുക്സിനെ ആവറേജ് ഓഫ് ബുക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. ദാറ്റ് ഈസ് 175 ഡിവൈഡഡ് ബൈ 5 അല്ലേ? യെസ്, 175 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 175 എത്ര ടൈംസ് ആ 5 വരുന്നത്? 5ൽ 1 5. 175 എത്ര ടൈംസ് വരുന്നു? 3 × 5 15 ആണ്. 225ൽ 5 ടൈംസ്, ദാറ്റ് ഈസ് 35. ഓക്കെ, ഇനി 35ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 175 കിട്ടും. അങ്ങനെ കിട്ടുമോ നോക്കാം. അങ്ങനെയെങ്കിൽ ശരിയാവുമായിരിക്കും ആൻസർ. 5 × 5 25, റിമൈൻഡർ 2. 3 × 5 15 പ്ലസ് റിമൈൻഡർ 2 കൂടെ വരുമ്പോൾ 17, 175. ഓക്കെ, ഇനി അടുത്തോ 6th Dയിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട് 32. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ബുക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജും തന്നിട്ടുണ്ട് 10 ആണ്. അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ 32, ഓരോ കുട്ടിയും കൊടുക്കുന്ന ബുക്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 10 ആണ്. അങ്ങനെയെങ്കിൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എങ്ങനെ കാണാം? 32നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 32 × 10. ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ എഴുതുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കുക. 320 അല്ലേ? 32 × 10 = 320. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് 320. ഓക്കെ, ഇപ്പൊ നമ്മൾ ആവറേജ് തന്ന് അല്ല നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ബുക്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. പിന്നെയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രനും ആവറേജും തന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? യെസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ബുക്സും ആവറേജും തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രനും നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The average age of a child in a class of 35 is 11. The average age, including the teacher, is 12. How old is the teacher? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? ദ ആവറേജ് ഏജ് ഓഫ് ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് 35 ഈസ് 11. അതായത് ഒരു ക്ലാസ്സിൽ 35 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ അവരുടെ ആവറേജ് ഏജ് പെർ ചൈൽഡ് എത്ര വരുന്നത്? 11 ആണ് വരുന്നത്. എന്നിട്ടോ ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ ഈസ് 12. ഇനി ആ ടീച്ചറെയും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ ആവറേജ് ഏജ് എത്രയായിട്ട് കൂടി? 12 ആയിട്ട് മാറി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ് പറയുന്നത്? 35 ആണ്. ഇൻ ദ ക്ലാസ്, ഒരു ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ അവരുടെ ആവറേജ് ഏജ് നോക്കിയപ്പോൾ 11 ആണ് കിട്ടിയത്. ഇനി അവരുടെ ക്ലാസ് ടീച്ചർ ഉണ്ട്, ആ ടീച്ചറുടെ ഏജും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ ആവറേജ് എത്രയായിട്ട് മാറി? 12 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഓൾഡ് ഈസ് ദ ടീച്ചർ അല്ലേ? യെസ്, ടീച്ചറുടെ വയസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏജാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട് 35 അല്ലേ? അപ്പൊ അവരുടെ ആവറേജ് എത്രയാ? 11 ആണ്. അതിലേക്ക് ഒരാളും കൂടെ കൂടി, ടീച്ചറും കൂടെ കൂടി, അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയായി? 36 ആയപ്പോൾ ആവറേജ് എത്രയാ? 12. അങ്ങനെയെങ്കിൽ ടീച്ചർ ഏജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം 35 സ്റ്റുഡൻസ് ആയപ്പോൾ ഉണ്ടായിരുന്ന ടോട്ടൽ ഏജ് അല്ലെ, സം ഓഫ് ദ ഏജ് സീക്വൽ ടു കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം 36 ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഏജ്, സം ഓഫ് ദ ഏജ് കണ്ടുപിടിക്കുക. അതിനുശേഷം ടീച്ചറെ ഉൾപ്പെടുത്തിയ ഏജിൽ നിന്ന് കുട്ടികളുടെ മാത്രം ഏജിന്റെ സമ്മം മൈനസ് ചെയ്യാം, അപ്പൊ കിട്ടും ടീച്ചർ ഏജ് അല്ലേ? അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു 35, ആവറേജ് ഏജ് ഓഫ് 11 ചൈൽഡ്, ആവറേജ്
ഏജ് ഓഫ് ചൈൽഡ് ഇസ് ഇക്വൽ ടു 11. പിന്നെയോ ദ ആവറേജ് ഇൻക്ലൂഡിംഗ് ടീച്ചർ ഇസ് ഇക്വൽ ടു 12 ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ സം ഓഫ് ഏജ് ഓഫ് ചിൽഡ്രൻ ഇസ് ഇക്വൽ ടു എങ്ങനെ വരും? സം ഓഫ് ഏജ് ഓഫ് ചിൽഡ്രൻ ഇസ് ഇക്വൽ ടു 35 ചിൽഡ്രൻ ആണുള്ളത് ഇൻറ്റു ആവറേജ് എത്ര വരുന്നത് 11 ആണ്. 35 ഇൻറ്റു 11. അപ്പോൾ 35 ഇൻറ്റു 11 ഇസ് ഇക്വൽ ടു 385. അതായത് ചിൽഡ്രന്റെ ടോട്ടൽ ഏജിന്റെ സമ്മാണ്, അല്ലെങ്കിൽ ഏജിന്റെ സമ്മാണ് നമുക്ക് കിട്ടിയത് 385. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യാം? ടീച്ചറെയും കൂടി ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം ഏജിന്റെ സമ്മ് കാണാം. അപ്പോൾ സം ഓഫ് ഏജ് ഇൻക്ലൂഡിംഗ് ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഏജിന്റെ സമ്മ്. അപ്പൊ ഈ ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ ടോട്ടൽ 35 ആണോ വരിക? അല്ല, 35 ചിൽഡ്രനും പ്ലസ് 1 ടീച്ചറും കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ 36 ഇൻറ്റു, അപ്പൊ ആവറേജ് എത്ര വരുന്നത് 12 ആണ്. 36 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? 432. ഓക്കെ, അപ്പൊ ടീച്ചർ ഉൾപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഏജ് എത്ര വരുന്നത്? സം ഓഫ് ഏജ് 432, ടീച്ചർ ഇല്ലാതെ 385. therefore age of teacher is equal to എങ്ങനെ കിട്ടുക? 432 ൽ നിന്ന് 385 മൈനസ് ചെയ്താൽ മതി. that is age of teacher is equal to 432 minus 385 is equal to 47 years. അപ്പോൾ ടീച്ചർ ഏജ് എത്ര വരുന്നത്? 47. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ട്രേഡ് മാർക്കിലെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.